എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചേട്ടത്തി പറഞ്ഞ പോലെ പിണറായി വിജയന്റെ പാർട്ടി തോറ്റു. ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? സന്തോഷായി, നല്ല സന്തോഷായി. ഇനി എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളൂ, പിണറായിന്റെ കാലിന് അക്കരെ നീന്തിക്കണമെന്ന്. വട്ടാൻ നീന്തിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. നീന്തി കാണണം പിണറായി. മൂക്കുകൊണ്ട് വരയ്ക്കും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. SFI നട്ടു വളർത്തിയതാണ് പിണറായിക്ക് കുഴപ്പം മുഴുവൻ വന്നത്. ഓ ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമാ. അല്ല, അവര് നന്നാവാന്നാണല്ലോ പറയുന്നത്. അവര് നന്നാവണമെങ്കിൽ പശുക്കൾ കുറെ വേണം നെയ്യെടുക്കാൻ. എല്ലാവരും നന്നാവില്ല. അവർ തട്ട് നിന്ന് പഠിച്ചു അവര് നന്നാകണേ. എടാ എന്നെ കുത്തുപാട് എടുപ്പിക്കാനാണോടാ ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ജീവിതത്തിൽ അവർ നന്നാവോ? അവര് നന്നാവും, ജനം ഇല്ലാതെയാവും. അത് ശരിയാ, അത് ശരിയാ. അവര് തോപ്പിച്ച് ചേട്ടത്തിയും കൂടിയാണല്ലോ പറയുന്നത്. ചേട്ടത്തി എനിക്ക് നല്ല പങ്കുണ്ടെന്നേ. സന്തോഷായല്ലോ. ഇവരെ ഇല്ലായ്മയാക്കണമെന്നായിരുന്നു എന്റെ മനസ്സ് മൊത്തം. ഇപ്പോഴും അതെ, അപ്പോഴും അതെ. കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം. ഇനി അവൻ രക്ഷപ്പെടില്ല. ഇനി ഈ കേരളത്തിൽ അവർക്ക് ഒട്ടും പാടില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ 6 മാസം ഉണ്ട് ഇനി. അപ്പൊ 6 മാസം ഉള്ളപ്പോ 1 മാസം തന്ന, അപ്പൊ 3-ാം തീയതി ഈ മാസം തരുമ്പോഴും 6 മാസമല്ലേ. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. എന്താ ഈ ഗുണ്ടകളല്ലേ, പിണറായി അല്ല ഗുണ്ട. അവൻ ഇന്നിന്നും തുടങ്ങിയ ഗുണ്ടയല്ല. പണ്ട് ഇവൻ മന്ത്രിയല്ല, ഞാൻ അത് കരിമാരിക്കടോ ഞാൻ കണ്ടിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി. അപ്പൊ എന്തായാലും ഒരു വിട്ടുവീഴ്ചക്കല്ലേ ഇനി? വിട്ടുവീഴ്ച വേണ്ട, അവൻ ഒഴിവായി തന്നാൽ. അല്ല, പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. ഒഴിവായി തന്നാൽ ഭരണത്തിൽ നിന്ന് ഒഴിവാവണം. ഭരണത്തിൽ നിന്ന് ഒഴിവാണം. ഞാൻ മുഖ്യമന്ത്രിയായതിന്റെ അന്ന് മുതൽ കേൾക്കുക, മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എനിക്ക് ഈ കേരളം വിട്ടാവും പോണം. പോയാ പോരാ, മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ. നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുത്തു. ചേച്ചി പോട്ടെ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ